കരിമണൽ കമ്പനിയായ CMRL-ഉം പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും തമ്മിൽ നടത്തിയ കോടികളുടെ സാമ്പത്തിക ഇടപാടിൽ കേന്ദ്രാന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് മാറ്റുന്നു. ഇതിന്റെ ഭാഗമായി വീണ വിജയന്റെ തിരുവനന്തപുരത്തെ HDFC ബാങ്ക് ലോക്കറിൽ ED സംഘം 2 മണിക്കൂറിലധികം നീണ്ട നിർണായക പരിശോധന പൂർത്തിയാക്കി. എന്നാൽ ലോക്കർ പരിശോധനയിൽ നിന്നും അന്വേഷണ സംഘം പ്രതീക്ഷിച്ച രീതിയിലുള്ള വൻ സുപ്രധാന വിവരങ്ങളോ വലിയ വിസ്മയങ്ങളോ കണ്ടെത്താനായിട്ടില്ലെന്നാണ് സൂചന. ലോക്കർ പരിശോധനയിൽ നിന്നും വലിയ തെളിവുകൾ ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ കേസിലെ യഥാർത്ഥ വിസ്മയം പുറത്തുകൊണ്ടുവരാൻ വീണ വിജയനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന വിലയിരുത്തലിലാണ് ED ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ED ഓഫീസിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിൽ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിൽ നിന്നുള്ള ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ പുതിയ സമൻസ് ഉടൻ തന്നെ അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിയമപരമായ കടുത്ത നടപടികളിലേക്ക് ED നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. അന്വേഷണത്തിന്റെ ഭാഗമായി കേസിൽ ഇതുവരെ ഉൾപ്പെട്ടിട്ടുള്ള ആകെ 242 ബാങ്ക് അക്കൗണ്ടുകളിലായി ഏകദേശം 18.36 കോടി രൂപയാണ് ED ഇതിനകം മരവിപ്പിച്ചിട്ടുള്ളത്. ഈ അക്കൗണ്ടുകളുടെ കൂട്ടത്തിൽ വീണ വിജയന്റെ വ്യക്തിപരമായ അക്കൗണ്ടും ഉൾപ്പെടുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നാലെ നടത്തിയ വിശദമായ ശാസ്ത്രീയ രേഖാ പരിശോധനകളിലാണ് തിരുവനന്തപുരം MG റോഡിലെ HDFC ബാങ്ക് ശാഖയിൽ വീണയ്ക്ക് ലോക്കറുണ്ടെന്ന വിവരം അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. CRPF സേനയുടെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ED സംഘം ബാങ്കിലെത്തി പരിശോധന നടത്തിയത്. CMRL കമ്പനിയിൽ നിന്നും എക്സാലോജിക്കിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട 2.78 കോടി രൂപയുടെ വിനിയോഗത്തെക്കുറിച്ചാണ് പ്രധാനമായും ED അന്വേഷിക്കുന്നത്. IT സേവനങ്ങൾ നൽകിയതിനുള്ള പ്രതിഫലമായാണ് ഈ തുക കൈപ്പറ്റിയതെന്നാണ് വീണയുടെയും എക്സാലോജിക്കിന്റെയും വാദം. എന്നാൽ എന്തൊക്കെ സേവനങ്ങളാണ് കമ്പനിക്ക് നൽകിയതെന്നോ അതിനുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ എന്തായിരുന്നു എന്നോ ഉള്ള കാര്യങ്ങളിൽ തൃപ്തികരമായ ഒരു രേഖയും ഹാജരാക്കാൻ പ്രതിഭാഗത്തിന് സാധിച്ചിട്ടില്ല. ഈ പണമിടപാടിലെ ദുരൂഹത നീക്കാൻ ബാങ്ക് രേഖകൾ മാത്രം പോരെന്നാണ് ED വ്യക്തമാക്കുന്നത്. ഈ വിവാദങ്ങളോട് ശക്തമായ രാഷ്ട്രീയ ശൈലിയിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചത്. ബാങ്ക് ലോക്കർ തുറക്കുമ്പോൾ എന്തെങ്കിലും വിസ്മയമുണ്ടാകുമോ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും ഇതൊരു മഹാകാര്യമായി ഉയർത്തിക്കാട്ടാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നുമാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പരിഹസിച്ചത്. കേസിനെ രാഷ്ട്രീയ പ്രതികാരമായി ചിത്രീകരിക്കാനും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മകളെയും പാർട്ടിയെയും വേട്ടയാടുകയാണെന്നുമുള്ള രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് പിണറായിയും CPM-ഉം ഇതിലൂടെ ശ്രമിക്കുന്നത്. എന്നിരുന്നാലും ഈ കേസ് കേവലം രാഷ്ട്രീയ പ്രസ്താവനകളിൽ ഒതുങ്ങുന്നതല്ലെന്ന സൂചനയാണ് EDയുടെ നീക്കങ്ങൾ നൽകുന്നത്. പിണറായി വിജയൻ താമസിക്കുന്ന ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ ഉൾപ്പെടെ നേരത്തെ ED പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനകളുടെ തുടർച്ചയായാണ് ബാങ്ക് ലോക്കറുകളിലേക്കും അന്വേഷണം നീണ്ടത്. കേസിൽ കൃത്യമായ തെളിവുകളുടെയും ഡിജിറ്റൽ രേഖകളുടെയും പിൻബലത്തിലാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ED വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. കേസിലെ സാമ്പത്തിക വിവരങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അക്കൗണ്ട് മരവിപ്പിക്കലുകൾ വ്യക്തമാക്കുന്നത് ഇതൊരു വലിയ ശൃംഖലയാണെന്നാണ്. 18.36 കോടി രൂപയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് വഴി ഈ ഇടപാടിൽ മറ്റു പല പ്രമുഖർക്കും പങ്കുണ്ടോ എന്ന സംശയവും ശക്തമാകുന്നു. ലോക്കറുകളിൽ നിന്ന് പണമോ സ്വർണമോ കണ്ടെത്താനായില്ലെങ്കിലും ഡിജിറ്റൽ ഇടപാടുകളുടെ വിവരങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും വഴി പണത്തിന്റെ കൃത്യമായ റൂട്ട് മാപ്പ് തയ്യാറാക്കാനാണ് ED നിലവിൽ ശ്രമിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ചോദ്യം ചെയ്യലിൽ നിന്നും വീണ നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന ആവശ്യത്തിലേക്ക് ED എത്തിച്ചത്. സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്നത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിലും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിലും വരുന്ന ഗുരുതരമായ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി നൽകാതെ അന്വേഷണത്തോട് സഹകരിക്കാതിരുന്നാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ EDക്ക് നിയമപരമായ അധികാരമുണ്ട്. വരും ദിവസങ്ങളിൽ വീണ വിജയന് നൽകാൻ പോകുന്ന പുതിയ സമൻസ് ഈ കേസിൽ നിർണായകമായിരിക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ എത്രത്തോളം തയ്യാറാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത നീക്കങ്ങൾ. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടി വരും എന്ന തരത്തിലുള്ള വിവരങ്ങൾ ED വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത് ഭരണപക്ഷ പാർട്ടികൾക്കും സർക്കാരിനും പ്രതിപക്ഷത്തിനെതിരെയുള്ള വലിയൊരു ആയുധമായി മാറിയിരിക്കുകയാണ്. ലോക്കർ പരിശോധനയിൽ വിസ്മയം ഒന്നും കിട്ടിയില്ലെന്ന പിണറായിയുടെ പരിഹാസത്തിന് കസ്റ്റഡി നീക്കത്തിലൂടെ മറുപടി നൽകാനാണ് EDയുടെ പുറപ്പാട്. ചുരുക്കത്തിൽ എക്സാലോജിക്കൽ CMRL ഇടപാട് കേസ് കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്. ഒരു വശത്ത് കേന്ദ്ര ഏജൻസികളുടെ നിയമപരമായ പിടിമുറുക്കലും മറുവശത്ത് ഇതിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളും ചേരുമ്പോൾ വരും ദിവസങ്ങൾ അതീവ നിർണായകമാകും. ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ലോക്കറുകളിൽ നിന്നും തുടങ്ങിയ അന്വേഷണം ഒടുവിൽ കസ്റ്റഡി ചോദ്യം ചെയ്യലിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥ വിസ്മയം പുറത്തുവരുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.